ഹായ് മക്കളെ, ഏക്കെയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നോക്കിയടാ, ചെറിയൊരു കാര്യം പറയേണ്ടി വന്നതാണ്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചോദിച്ച ചോദ്യമായിരുന്നു, ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ബയോളജി ആണോ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏതാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന്. അതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, പറ്റുമെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങളത് കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയർ? ഇവിടെ നമ്മളിന്ന് പറയാൻ പോകുന്നത് 20 ചാപ്റ്റേഴ്സ് ഉള്ളത് ബേസിക് സയൻസിൽ 3 കൂടി പഠിക്കാൻ 20 ചാപ്റ്റേഴ്സ്. സോ 20 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു കണ്ടന്റ് പഠിക്കാനുണ്ട് അല്ലേ? സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ മാർക്ക് വാങ്ങണമെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലെയും 20 ചാപ്റ്റേഴ്സും പഠിച്ചു പോകുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടികൾ ചോദിക്കാവുന്നൊരു ചോദ്യമാണ്, സാറേ ഈ 20 ചാപ്റ്റേഴ്സിൽ വെച്ചിട്ട് ഏത് ചാപ്റ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ എനിക്ക് നല്ല മാർക്ക്, അതായത് A+ എന്ന് പറയുന്ന ലെവലിലേക്കോ അല്ലെങ്കിൽ ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ പറ്റുമോ എന്ന് ധാരാളം കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അവർക്കുള്ള മറുപടിയാണത്. നിങ്ങൾക്ക് ആ സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടതുണ്ട്. ശേഷം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിന് സെയിം ഡൗട്ട് ഉണ്ടായിരിക്കും, അവർക്ക് അയച്ചു കൊടുക്കണം. അതിനു മുൻപേ ഒരു കാര്യം കൂടി പറയാണ്, ഇന്ന് കൃത്യം 7 മണിക്ക് ഫിസിക്സിൻ്റെ ലൈവുമായിട്ട്, 7 മണിക്കല്ല 8 മണിക്ക് ഫിസിക്സ് ലൈവുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യണം. റെഡിയാണല്ലോ? നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് അടക്കാം. എന്താണ് കണ്ടന്റ്? ഏത് ചാപ്റ്ററിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം? ഞാനൊരു ഓർഡർ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ 1-ാം ചാപ്റ്ററും 2-ാം ചാപ്റ്ററും ഒക്കെ പഠിച്ച് വന്നിട്ട് ഇപ്പം ഞാൻ ഫിസിക്സ് മാത്രമായിട്ട് പറയുന്നത് കേട്ടോ. അവസാനം നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്നതാണ് എന്ത്? സ്ഥിതവൈദ്യുതി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതിൻ്റെ തൊട്ട് മുമ്പ് സൗണ്ട് പഠിക്കും, അതിൻ്റെ തൊട്ട് മുമ്പ് ലൈറ്റ് പഠിക്കും അല്ലേ? പ്രകാശ പ്രതിപതനം, ഗോളീയ ദർപ്പണങ്ങളിൽ. നിങ്ങൾ ആ 3 ചാപ്റ്റേഴ്സിന് എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. കാരണം അതാണ് നമ്മുടെ ഫൈനൽ എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാം. അതിൽ തന്നെ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ കാണിച്ചുതരാം. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്പെറിക്കൽ മിറേഴ്സ് അല്ലെങ്കിൽ പ്രകാശ പ്രതിപകരം ഗോളീയ ദർപ്പണങ്ങളിൽ. ഇവിടെ നിങ്ങൾ വരയ്ക്കാനുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ചാപ്റ്ററിലെ പ്രോബ്ലം സെഷൻസും ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെക്കണം. ക്ലിയർ ആണോ? ദെൻ ആഫ്റ്റർ സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം. ഇതും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ശബ്ദത്തെ പറ്റി ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് ലൈവ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ശബ്ദമാണ് കേട്ടോ. പഠിക്കുക. ദെൻ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിതവൈദ്യുതി. ഈ 3 ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഫിസിക്സിലെ പകുതിയിലധികം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഏകദേശം പകുതിയിലധികം എന്ന് പറഞ്ഞാൽ 20-ൽ ഒരു 10, 12, 13 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒറ്റ ചാപ്റ്റർ പഠിച്ചാൽ, അല്ല ഈ 3 ചാപ്റ്റർ പഠിച്ചാൽ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് കാന്തികതയാണ് കേട്ടോ. കാന്തികത ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡറിൽ പഠിച്ചാൽ മതി. സോ ആദ്യം ഈ 3 ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് പിന്നെ മാഗ്നറ്റിസം പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ശേഷം നിങ്ങൾ എങ്ങോട്ട് കടന്നാൽ മതി? ഫോഴ്സിലേക്ക് കടക്കുക. ക്ലിയർ? ബലം. ദെൻ ആഫ്റ്റർ മോഷൻ. ഏറ്റവും അവസാനം നോക്കിയാൽ മതി എന്ത്? യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്. മിക്കവാറും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 1 മാർക്കിൻ്റെ ചോദ്യം മാത്രമേ ഞാൻ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് പറയുന്നുള്ളൂ. അതോ ചോദിച്ച് കണ്ടിട്ടുള്ളൂ ഫൈനൽ എക്സാമിനേഷന്. 1 മാർക്കിന് ചോദിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഈ 3 ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചു വെക്കുക. അത്തരം ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വരാൻ പോകുന്നത്. സോ ഈ 7 ചാപ്റ്ററിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ ആർക്കും സംശയമൊന്നും വേണ്ട. കാരണം ഇന്നത്തെ ലൈവിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അത്തരം ചോദ്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ കൂടെ വരിക. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എഗൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സിലബസും സബ്ജക്ട്സും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കോണ്ടന്റിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. എന്താണ്? നിങ്ങൾ ആദ്യം ഈ ചാപ്റ്റർ, പിന്നെ സൗണ്ട്, പിന്നെ ഈ ചാപ്റ്റർ, ശേഷം മുകളിലേക്കുള്ള ഓർഡറിൽ അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ പഠിക്കൂ, നന്നായിട്ട് പഠിക്കൂ, നല്ല മാർക്ക് വാങ്ങൂ. ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്, ഇന്ന് കൃത്യം 8 മണിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവരും വരിക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളുമായിട്ട് ഞാൻ. ഓക്കെ, ബൈ മക്കളെ, പിന്നെ കാണാം.